നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം സംഘടിപ്പിച്ചു. KP മോഹനൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണം സംഘടിപ്പിച്ചു. KP മോഹനൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. അത് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. ഒരു ആദ്യത്തിൽ നോക്കി ലോക്കൽ പേജ് എടുത്തിട്ട് എല്ലാ വാർത്തകളും നോക്കുന്നൊരു രാവിലെ 5:30 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് പത്രം കിട്ടും. മാതൃഭൂമിയും മനോരമയും ജനസുഖവും അടക്കമുള്ള പത്രങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ആദ്യം എടുത്ത് മെയിൻ വാർത്തകളൊക്കെ തന്നെ എല്ലാം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നതായിരിക്കും. അതുകൊണ്ടെടുത്ത് ലോക്കൽ 2ാം പേജ് 3ാം പേജ് നോക്കി അവസാനത്തെ പേജ് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ലോക്കലായിട്ടുള്ള പല വാർത്തകളും നമ്മൾ അറിയാത്ത വാർത്തകളും നൽകണം. അപ്പോൾ ആ വാർത്തകളൊക്കെ തന്നെ ചിലപ്പോൾ ഇതിനെ കുറിച്ച് തന്നെയുള്ളതായിരിക്കും ഇപ്പോൾ വാർത്തകൾ വരിക, അതൊക്കെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ തന്നെ അറിയണമെങ്കിൽ പത്രം തന്നെ വേണം, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇന്ന് പത്രം നടത്തുന്നവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് പത്രവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് വലിയ ശരിയുമാണ്. പക്ഷേ ഈ അതിൻ്റെ പത്രം ഭീകരന്മാരൊക്കെ തന്നെ നടന്നു പോകുന്നത് വളരെയധികം അവർക്ക് കിട്ടുന്ന പരസ്യവും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ്. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി TK അനീഷ് അധ്യക്ഷത വഹിച്ചു. ജനുവരി മാസം തലശ്ശേരി വെച്ച് നമ്മൾ നടത്തുകയുണ്ടായി. തുടർന്ന് അങ്ങോട്ട് ഓരോ മേഖലകളിലുള്ള ID കാർഡ് വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരട്ടിയും കേളകവും അതുപോലെ തന്നെ ഉളിക്കലും അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ അതാത് പ്രദേശങ്ങളിലുള്ള മാധ്യമപ്രവർത്തകരുടെ ID കാർഡുകൾ വിതരണം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ധനഞ്ജയൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാധീനമുള്ള ഒരു സംഘടനയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ. 10-12 വർഷങ്ങൾക്ക് മുൻപ് ഇത് സ്ഥാപിതമാവുകയും നമ്മുടെ മേഖലയിൽ ഏതാണ്ട് 5-6 വർഷം മുൻപേ കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിന്റെ യൂണിറ്റുകൾ രൂപീകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചടങ്ങിന് മേഖലാ സെക്രട്ടറി T രവീന്ദ്രൻ സ്വാഗതവും RJ കൈലാസ് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.